കിഴക്കിൻ്റെ ചക്രവാളത്തിൽ സൂര്യൻ്റെ കിരണം പതിഞ്ഞു. ആ വേള ദുര്യോധനൻ സൈന്യത്തിന് കൽപ്പന നൽകി, പാണ്ഡവ സൈന്യത്തെ എതിർത്ത് മുടിക്കുവിൻ. അതേപ്രകാരം എല്ലാവരും കുളിച്ച് ശുക്ലമാലാംബരങ്ങൾ ചാർത്തി ശസ്ത്രങ്ങൾ ധരിച്ച് അഗ്നിയെ ഹോമിച്ച് സ്വസ്തി ചെയ്തു. എല്ലാവരും ബ്രഹ്മവിത്തന്മാരും ശൂരന്മാരും ഇഷ്ടം സാധിക്കുന്നവരും രണലക്ഷന്മാരും ആകുന്നു. പരലോകങ്ങളെ പോരിൽ നേടുവാൻ നോക്കുന്ന മഹാന്മാരാകുന്നു. അതായത് കുറേയധികം പേര് വീരമൃത്യു വരിക്കുവാൻ പോകുന്നവർ ആകുന്നു. വിന്ദാനുവിന്ദർ, അവന്ത്യന്മാർ, കേകയന്മാർ, ബാൽഹികന്മാർ ഇവരൊക്കെ ദ്രോണാചാര്യരുടെ പിന്നിലായി അണിനിരന്നു. അശ്വത്ഥാമാവ്, ഗാംഗേയൻ, സിന്ധുരാജാവായ ജയേന്ദ്രതൻ, ദാക്ഷിണാന്ത്യർ, പ്രതീച്യന്മാർ, പർവ്വതീയന്മാർ, ഗാന്ധാര രാജാവായ ശകുനി, ശകന്മാർ, കൈതാരവന്മാർ, യവനന്മാർ, വസാദികൾ അവരുടെ പടകളോടുകൂടി മഹാരഥന് ചുറ്റുമായി നിന്നു. ഈ മഹാരഥന്മാരെയൊക്കെ രണ്ടാമത്തെ സൈന്യം വന്ന് കൈകൂപ്പി നിന്നു. സൈന്യത്തോടു കൂടി കൃതവർമാവ്, അതായത് നാരായണീ സേനയുടെ പടത്തലവൻ, വൻ തേരാളിയായ തൃകർത്തൻ, സോദരന്മാരാൽ ചുറ്റപ്പെട്ട ദുര്യോധന രാജാവ്, ശലൻ, യുവധ്വജൻ, ശല്യൻ, കോസലേന്ദ്രൻ, ബൃഹന്തൻ ഇവർ ധാർതരാഷ്ട്രനോട് കൂടി പിന്നിൽ പുറപ്പെട്ടു. ധാർതരാഷ്ട്രന്മാരെ മഹാബലന്മാർ ചേർന്ന് ന്യായം പോലെ ചട്ടയിട്ട് കുരുക്ഷേത്രത്തിൽ പിൻപുറത്ത് നിലയുറപ്പിച്ചു. ദുര്യോധനൻ കൈനിലയുണ്ടാക്കിച്ചു. അലങ്കരിക്കപ്പെട്ട ആ കൈനില കണ്ടാൽ രണ്ടാമത്തെ ഹസ്തിനാപുരിയാണെന്ന് തോന്നിപ്പോകും. അവിടെയുള്ള പൗരന്മാർ കുശാലികളായി തന്നെ ശോഭിച്ചു. അപ്രകാരമുള്ള ദുർഗങ്ങൾ മറ്റു മന്നവന്മാർക്കും തീർപ്പിച്ചു നൽകി. അങ്ങനെ 100ഉം 1000ഉം രാജകീയ കൈനിലയങ്ങൾ ഉയർന്നു വന്നു. അനുയോജ്യമായ വിസ്താരം, പോർക്കളത്തട്ട് ഒഴിച്ചിട്ട് പണി ചെയ്ത് ഉയർത്തിച്ച മനോഹര കുടീരങ്ങളിൽ രാജാക്കന്മാർ വാണു. അവിടെ ഭൂപാലന്മാരായ അവർ യഥോത്സാഹം യഥാബലം ദിവ്യപൂർണമായ കുടീരങ്ങൾ നിർമ്മിച്ചു. ദ്രവ്യപൂർവമായ ആ കുടീരങ്ങളിൽ, അതായത് കൈനിലയങ്ങളിൽ പ്രവേശിച്ചു. സൈന്യങ്ങളോടുകൂടി യോഗ്യന്മാർക്ക് ദുര്യോധന രാജാവ് ഉത്തമമായ ഭക്ഷണങ്ങൾ നൽകി. മറ്റാൾക്കാർക്കും നൽകി. മനുഷ്യർ, ആന, കുതിര, ശില്പികൾ, ജനങ്ങൾ, മറ്റ് അനുചരന്മാർ, സൂതന്മാർ, കച്ചവടക്കാർ, വേശ്യകൾ, കാഴ്ചക്കാരായി വന്നു ചേർന്ന മഹാജനങ്ങൾ ഈ സകല കൂട്ടരെയും കൗരവൻ നല്ലതുപോലെ സംരക്ഷിച്ചു. അങ്ങനെ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി തയ്യാറെടുത്തുകൊണ്ട് അവർ വാണു.